ചെമ്മീൻ കൊണ്ടൊരു ചെമ്മീൻ വറ്റിച്ചതുണ്ടാക്കുക. അതിനായി 600 ഗ്രാം കൊഞ്ചാണിത്. കഴുകി വൃത്തിയാക്കി എല്ലാം കളഞ്ഞെടുത്ത് 1/2 കിലോ ഉണ്ട്. ഇനി നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: കടുക്, ഉലുവയുടെ പൊടി ലാസ്റ്റ് ചേർക്കാനായി, ഒരു മീഡിയം തക്കാളി അരിഞ്ഞത്, ഒരു 8 അല്ലി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു 1/2 കപ്പ് കുഞ്ഞുള്ളി, ഏകദേശം ഒരു 25 എണ്ണം കാണും, പിന്നെ 2 തണ്ട് കറിവേപ്പില, 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, കുറച്ച് തേങ്ങാക്കൊത്ത്, 2 പിഴുപുളി, 2 പുളി കുടംപുളി കുതിരാനിട്ടിട്ടുണ്ട് ചൂടുവെള്ളത്തിൽ, വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം, പിന്നെ മസാലപ്പൊടികൾ: മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി, ലേശം ഒരു നുള്ളു കുരുമുളക് പൊടി ലാസ്റ്റ് ചേർക്കാൻ. ഇത്രയാണ് ഈ കറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. കടായി അടുപ്പിൽ വെച്ച് സ്റ്റൗ കത്തിക്കാം. കടായി ഒന്ന് ചൂടാകുമ്പോൾ ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകില്ല. അപ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിയ ശേഷം നമുക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാം. പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത്, 2 കറിവേപ്പില, പച്ചമുളക്, തേങ്ങാക്കൊത്തൊക്കെ ചെറുതായി ഒന്ന് മൂക്കുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് ചേർക്കാം. അത് ഇതോടൊപ്പം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി അത് ഇതോടൊപ്പം നമുക്കിതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. പെട്ടെന്ന് ഉള്ളിയെല്ലാം വഴണ്ട് കിട്ടും. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ വഴുന്നതിനായി നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് വഴറ്റാം. അരച്ച് വെച്ച് നമുക്ക് ലോ ഫ്ലെയിമിലൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കാം. ചെറിയൊരു പാൻ എടുത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത് വറുത്ത് പൊടിച്ച മല്ലിപ്പൊടിയാണ്, അതാണ് ഈ കളർ. ഇതൊന്ന് ചൂടാക്കി എടുക്കാം നമുക്ക്. നന്നായിട്ടൊന്ന് ചൂടാക്കി. ചൂടായിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യും. അതിൻ്റെ അടുപ്പൊന്ന് തുറക്കും. ഉള്ളിയൊക്കെ നന്നായി വാടിയിട്ടുണ്ട്. ഇത് അപ്പോൾ നമുക്കിത് സൈഡിലോട്ട് മാറ്റിയ ശേഷം മസാലപ്പൊടികൾ ചേർത്തൊന്ന് നോക്കാം. നമ്മൾ ചൂടാക്കിയ മസാലപ്പൊടിയാണ്. ഇത് ഓയിലൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം.
വെള്ളം കൂടെ ഒന്ന് ഒഴിക്കും. അത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമുക്ക് കുതിർത്തി വെച്ചിരിക്കുന്ന കുടംപുളിയും വെള്ളവും കൂടെ ചേർക്കാം. അത് ഇതോടൊപ്പം ഒന്ന് മിക്സ് ചെയ്യാം. നല്ലതുപോലെ തിള വരട്ടെ. മസാലയൊക്കെ നല്ലതുപോലെ പച്ചമണമൊക്കെ മാറി നല്ലപോലെ വഴഞ്ഞിട്ടുണ്ട്. ഈ സമയം നമുക്ക് ചെമ്മീൻ ചേർക്കാം. അത് ഇതോടെ കൊണ്ട് വഴറ്റി ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. നന്നായി ഒന്ന് വഴറ്റിയ ശേഷം നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ഇളപ്പിക്കാം. അടപ്പ് തുറന്ന് എല്ലാം ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ചെമ്മീൻ വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 3/4 ഗ്ലാസ് വെള്ളം. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ ചെമ്മീൻ വറ്റിച്ചതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് കുറവാണ്. നമ്മൾ ആകെ 1/2 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. വീണ്ടും നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. വീണ്ടും ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയ ശേഷം അടച്ചു വെച്ച് ഒരു 8 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ചെമ്മീനൊക്കെ വെന്ത് പെറുക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉപ്പൊക്കെ നോക്കാം. എല്ലാം വെന്ത് റെഡിയാവാൻ ഏകദേശം 10 മിനിറ്റ് എടുക്കും. അപ്പോൾ നമുക്ക് ഒരു 2 കറിവേപ്പിലയും കാൽ ടീസ്പൂൺ ഉലുവാപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യും. ഇളക്കിയ ശേഷം ചെമ്മീൻ വറ്റിച്ചത് റെഡിയായിട്ടുണ്ട്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. എങ്കിലേ ഞാനിടുന്ന വീഡിയോ എല്ലാം കാണാൻ പറ്റും. കണ്ട ശേഷം നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ചെമ്മീൻ വറ്റിച്ചത് റെഡി. ഫ്ലെയിം ഓഫ് ചെയ്യും. തണുക്കാനെ നമുക്ക് അടച്ചു വയ്ക്കാം. അടപ്പ് തുറക്കാം. ചെമ്മീൻ വറ്റിച്ചതെല്ലാം റെഡിയായിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ചെമ്മീൻ വറ്റിച്ചത് റെഡി.